നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച മൈക്രോടെക്കും റിപ്പോർട്ടർ ടിവിയും ചേർന്നൊരുക്കിയ എഡ്യൂക്കേഷണൽ എക്സ്പോ ദി കരിയർ ജേണിയിൽ പങ്കെടുക്കാനെത്തിയത്. +2 കഴിഞ്ഞ ഉപരിപഠനത്തിനൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന കോളേജുകളും സർവകലാശാലകളും പരിചയപ്പെടുത്തുന്നതായിരുന്നു എക്സ്പോ. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു എക്സിബിഷനിൽ വരുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരുപാട് കോളേജുകൾ, ഏകദേശം 100ഓളം കോളേജ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായിട്ട് നേരിട്ട് സംസാരിക്കാനും ആ കോളേജുകളിലെ സൗകര്യങ്ങളെ കുറിച്ചിട്ടും കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം കുറിച്ച് നേരിട്ട് സംസാരിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താനുള്ളൊരു അവസരം. 2, ഇവിടെ 100 കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വന്നാൽ കുട്ടികൾക്ക് കിട്ടാവുന്നതാണ്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. മാത്രമല്ല, കുട്ടികൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് കോളേജുകളായ IIT, IIM ഒക്കെ സ്റ്റാൻഡേർഡിലുള്ള വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിൽ വിദേശ രാജ്യങ്ങളിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ എങ്ങനെ പഠിക്കാമെന്നും അതിൻ്റെ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രോസസ്സും സപ്പോർട്ടും ഇവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്നതാണ്. പ്ലാനറ്റോറിയം, അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പിന്നെ AR VR സംവിധാനങ്ങൾ അനുഭവിക്കാനുള്ള. അപ്പോൾ സാധാരണ ഒരു എഡ്യൂക്കേഷൻ എക്സിബിഷനിൽ വരുമ്പോൾ യൂണിവേഴ്സിറ്റികളുണ്ടാവും, കോളേജുകളുണ്ടാവും. അതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു അവർക്ക് ടെസ്റ്റും AR VRും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൗകര്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും പ്ലാനറ്റോറിയം സന്ദർശിക്കാനുള്ള സൗകര്യം എല്ലാമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു ദിവസം വലിയൊരു അനുഭവമായിരിക്കും ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുത്തലുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന കോളേജുകളും സർവകലാശാലകളും നൽകുന്ന ആയിരക്കണക്കിന് കോഴ്സുകളെക്കുറിച്ചും സ്കോളർഷിപ്പുകളെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും അറിവ് ലഭിച്ചതിന്റെ ആവേശത്തിലായിരുന്നു എക്സ്പോയിലെത്തിയ ഓരോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഇവിടെ വന്നപ്പോൾ നമുക്ക് 12th ഇനി അപ്പിയർ ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി 12th കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ അറിയാൻ പറ്റി. ഇപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്ത് എന്തൊക്കെ ചെയ്യാം, ഭാവിയിൽ എവിടേക്കൊക്കെ നമുക്ക് ജോലി കിട്ടും, അങ്ങനെയൊക്കെ ഓരോന്ന്. മോളിപ്പോഴാണ് BBA 12th കംപ്ലീറ്റ് ചെയ്തേക്കണത്. അപ്പോൾ വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് പല കോഴ്സസും ഞങ്ങൾക്ക് ഫെമിലിയാരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പണിംഗ് ഫോർ ഓൾ ഓഫ് us ടു നോ അബൌട്ട് വേരിയസ് കോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ. കുറേ കോളേജസിനെ കുറിച്ച് അറിയാൻ പറ്റി, പിന്നെ കുറേ അറിയാത്ത കോഴ്സുകളെ കുറിച്ചും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നല്ല ഉപകാരമായി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നമ്മളെ മനസ്സിലാക്കിയതിനേക്കാളും വേറൊരു രീതിയിലാണ് ഇവിടെ നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരാളോട് സംസാരിച്ചിരുന്നു. നമുക്ക് കുറേ നല്ല അബ്രോഡ് പോകേണ്ടതാണെങ്കിലും നമ്മൾ ചോദിച്ച കോഴ്സുകളെ കുറിച്ചും നല്ല ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അതിനെക്കുറിച്ചും നമ്മൾ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ എങ്ങനെ ബാച്ചിലേഴ്സ് എടുക്കണം, UG PG അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തന്നു. വളരെ യൂസ്ഫുള്ളായി തോന്നി. എവിടെ നല്ലത് എന്നുള്ളത് അറിയാൻ പറ്റി. കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഫീസിനെ കുറിച്ചിട്ടാണെങ്കിലും എവിടെ നല്ല സ്ഥലമാണെങ്കിലും അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റി കുറേത്. വിദേശ സർവകലാശാലകളിൽ നിന്നുൾപ്പെടെ നിരവധി കോളേജുകളുടെ പ്രതിനിധികളും എക്സ്പോയിൽ പങ്കെടുത്തിരുന്നു. We are from Presidency College, so we come from Bangalore. I think this expo has given a lot of exposure for students to come down and have more understanding on how many colleges are out here and everything. So I'm here from Presidency College. So we offer UG programs, we offer PG programs. So this is a NAC A+ college, and we've been for 40 years plus. Our main segment is placements, so we give a really good placements to students. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച എഡ്യൂക്കേഷണൽ എക്സ്പോ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും സംഘടിപ്പിക്കും. റിപ്പോർട്ടർ, പാലക്കാട്.